ഇത്തിരി എണ്ണ പകർന്നു കൊടുക്കൂ. 92-ാം സങ്കീർത്തനം 1 മുതൽ 15 വരെ. ധ്യാനത്തിനായിട്ട് 14-ാം വാക്യം. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും. പുരുഷൻ വിഭാര്യനായി തീരുമ്പോഴോ സ്ത്രീ വൈധവ്യം പ്രാപിക്കുമ്പോഴോ പെട്ടെന്ന് വാർദ്ധക്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. മാതാപിതാക്കളോ ജീവിത സഖിയോ വേർപെടുമ്പോൾ അവരിൽ അർപ്പിതമായിരുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ജരാനരകൾ അവരെ ബാധിക്കുന്നത്. അതോടൊപ്പം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൂടി കൂട്ടിനെത്തുന്നു. ഇവയൊക്കെ അകറ്റി നിർത്തി ജീവിത സായാഹ്നം സന്തുഷ്ടമാക്കി തീർക്കുവാൻ സാധിക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിന് ഒന്നാമത് ചെയ്യേണ്ടത് വാർദ്ധക്യത്തെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കുകയാണ്. ജനനം പോലെ തന്നെ മരണവും ഒരു യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് നിഷേധിക്കുവാൻ സാധ്യമല്ല. കണ്ണിൻ്റെ കാഴ്ച കുറയുക, ഓർമ്മശക്തി ഇല്ലാതാവുക മുതലായ വാർദ്ധക്യ സഹജമായ ശാരീരിക ദൗർബല്യങ്ങളുടെ മുൻപിൽ ആധുനിക വൈദ്യശാസ്ത്രം പോലും കൈമലർത്തി എന്ന് വരാം. ദൗർബല്യങ്ങൾ ഉണ്ടായാലും നിരുപയോഗമെന്ന് വിധിയെഴുതി ഷെഡിൽ കയറ്റുന്ന കാലഹരണപ്പെട്ട വണ്ടി പോലെയല്ല മനുഷ്യജീവിതം. വൃദ്ധജനങ്ങൾക്ക് മറ്റൊന്ന് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദുഃഖത്തിൻ്റെയും നെടുവീർപ്പിൻ്റെയും കരിനീഴലിൽ മ്ലാനവദനരായിരിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സഹാനുഭൂതിയുടെയും കൈത്തിരി കാട്ടിക്കൊടുക്കുവാൻ കഴിയുകയില്ലേ? വാർദ്ധക്യകാലം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു വൃദ്ധൻ്റെ കഥ കേൾക്കണോ? ഉൽപാദനക്ഷമതമായ ഒരു ജോലിയും ചെയ്യുവാൻ കഴിവില്ലാതായി തീർന്ന അയാൾ സ്വയം ഒരു ജോലി കണ്ടുപിടിച്ചു. എവിടെ പോയാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഓയിൽ ക്യാൻ കാണും. ഏതെങ്കിലും ഗേറ്റ് കടന്നു പോകുമ്പോൾ അതിൻ്റെ വിജാഗിരി കിറുകിറെ ശബ്ദമുണ്ടാക്കിയാൽ തൻ്റെ കയ്യിലുള്ള ഓയിൽ ക്യാനിലെ എണ്ണ പകർന്ന് ഗേറ്റിൻ്റെ വിജാഗിരി മയപ്പെടുത്തും. പിന്നീട് അതുവഴി വരുന്നവർക്ക് പ്രയാസം കൂടാതെ ഗേറ്റ് തുറക്കുവാൻ കഴിയുമായിരുന്നു. ആളുകൾ അയാളെ വട്ടൻ എന്ന് വിളിച്ചു. അയാൾ അത് കൂട്ടാക്കാതെ നിത്യവും ഞരക്കമുള്ളിടത്ത് എണ്ണയിടുന്ന ജോലി തുറന്നു പോന്നു. ഈ വൃദ്ധൻ മഹത്തായ ഒരു പാഠമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. വിവിധ പ്രശ്നങ്ങളുടെ തുരുമ്പ് പിടിച്ച് ജീവിതത്തിൻ്റെ വിജാഗിരി ഞരങ്ങുകയും മൂളുകയും അവസരം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന എത്രയെത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇത്തിരി എണ്ണ പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നറിയാത്തവർക്ക് അത് പകർന്നു കൊടുക്കുന്നതിനേക്കാൾ ഉൽപാദനക്ഷമമായ മറ്റൊരു പ്രവൃത്തിയുമില്ല. ഇങ്ങനെ വാർദ്ധക്യകാലത്തെ ധന്യമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. ഓർക്കണമേ, നിങ്ങൾ വിനയം കൊണ്ട് ചുരുങ്ങി ചുരുങ്ങി ഒരു പൂജ്യമായി മാറുക. 71-ാം സങ്കീർത്തനം 9-ാം വാക്യം. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.